തകർന്ന റോഡിലൂടെ ഇനിയും എത്ര നാൾ സഞ്ചരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ കൈപ്പള്ളി എറവ് പ്രദേശവാസികൾ. എറവ് കൈപ്പള്ളി റോഡ് നിർമ്മാണം ആരംഭിച്ച് 2.5 വർഷം പിന്നിട്ടിട്ടും പാതി വഴിയിൽ നിലച്ചതായാണ് പരാതി. റോഡ് നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ വാട്ടർ അതോറിറ്റിക്ക് നൽകേണ്ടതായ തുക നൽകിയില്ലെന്ന് പറഞ്ഞ് റോഡ് പണി നിർത്തിവെച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 4 കിലോമീറ്റർ വരുന്ന എറവ് കൈപ്പള്ളി റോഡ് സംസ്ഥാന പാത അരിമ്പൂരിൽ നിന്ന് ആറാങ്കല്ലിൽ എത്തിച്ചേരുന്നതാണ്. അരിമ്പൂർ പഞ്ചായത്തിന്റെ അധീനതയിലുണ്ടായിരുന്ന ഈ റോഡ് ടാർ ചെയ്ത അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടി നിർമ്മിക്കുന്നതിന് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയിലേക്ക് പ്രപ്പോസൽ വെച്ചതാണ്. 2023 TN പ്രതാപൻ MP ആയിരുന്ന കാലഘട്ടത്തിലാണ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. റോഡിന്റെ വീതി 8 മീറ്ററായും 6 മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്താൻ 3,26 ലക്ഷം രൂപയായിരുന്നു എസ്റ്റിമേറ്റ് തുക. അതിനിടെയാണ് ഈ വഴിയിലൂടെ ജൽജീവൻ മിഷന് വേണ്ടി പൈപ്പിടാൻ വാട്ടർ അതോറിറ്റി എത്തുന്നത്. പൈപ്പിടാൻ കുത്തിപ്പൊളിക്കുന്ന റോഡ് റീസ്റ്റോർ ചെയ്യാനായി PMGSYയിൽ വാട്ടർ അതോറിറ്റി 42 ലക്ഷം രൂപ കെട്ടിവെക്കേണ്ടതുണ്ട്. എന്നാൽ പണമില്ലാത്തതിനാൽ കാശടയ്ക്കാനും കഴിഞ്ഞിട്ടില്ല. വാട്ടർ അതോറിറ്റി പണമടച്ചില്ലെന്ന് പറഞ്ഞാണ് കരാറുകാരൻ റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചതെന്നാണ് ആരോപണം. റോഡ് നിർമ്മാണം നിലച്ചതിന്റെ പേരിൽ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള പോരും രൂക്ഷമാണ്. റോഡ് നിർമ്മാണത്തിൽ വീഴ്ച വരാൻ കാരണം പഞ്ചായത്താണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. കൈപ്പള്ളി തൊട്ട് ആറാങ്കല്ല് വരെയുള്ള റോഡ് പ്രധാനമന്ത്രിയുടെ ഗ്രാമീൺ സഡക് യോജന പ്രകാരം നമുക്ക് ഈ റോഡിന് 3,18 ലക്ഷം രൂപ നമുക്ക് ഇതിന് ഫണ്ട് പാസ്സായിട്ടുള്ളതാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ആകെ റോഡ് ഏതാ എന്നൊന്നും നമുക്കറിയാത്തൊരു സാഹചര്യമാണ്. ഈ ശോചനീയാവസ്ഥ പരിഹരിക്കാനായിട്ട് നമ്മുടെ ഈ അരിമ്പൂർ പഞ്ചായത്തിൻ്റെ ഭരണകൂടം യാതൊരു വിധത്തിലുള്ള നടപടികളും നാളെ ഇന്നേ വരേക്ക് എടുത്തിട്ടില്ല. ഈ റോഡ് പണി അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഇതുവരെയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ ജൽജീവൻ മിഷൻ്റെ പൈപ്പിടൽ കൂടി വന്നതോട് കൂടിയിട്ടാണ് റോഡ് ഇത്രയ്ക്കും പൊട്ടിപ്പൊളിയാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പഞ്ചായത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും PMGSYക്ക് റോഡിന്റെ അവകാശം വിട്ടു നൽകിയതിനാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കാണെന്നും പഞ്ചായത്ത് അധികൃതരും പറയുന്നു. ഇത് ചെയ്യേണ്ടത് പൂർണ്ണമായിട്ട് ഇത് ചെയ്യേണ്ടത് PMGSY ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ നിർമ്മാണം നടത്തുന്നവരാണ്. അവരാണ് കരാറുകാർക്ക് പണം കൊടുക്കേണ്ടത്. അരിമ്പൂർ പഞ്ചായത്തിന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ജനങ്ങളുടെ ദുരിതം മാറ്റാനുള്ള ഇടപെടലാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ വലയുന്നത് പ്രദേശവാസികളായ സാധാരണക്കാരാണ്. റോഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. സ്കൂൾ തുറന്നതോടെ കുട്ടികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡ് ഭീഷണിയായി മാറിയിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രതികരണം നോക്കാം. ഇപ്പോൾ കാലവർഷം തുടങ്ങാണ്. ഇപ്പോൾ തന്നെ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇനി കാലവർഷം തുടങ്ങാൻ പോവാണ്. ഇവിടെ എൻ്റെ അറിവിലൊരു 8 സ്കൂളിൻ്റെ വണ്ടികൾ ഇതിൽ ഓടുന്നുണ്ട്. ബസ്സായിട്ടും ഓട്ടോകളായിട്ടും ഒരുപാട് കുട്ടികൾ, ചെറിയ കുട്ടികളടക്കം ഇവിടുന്ന് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു കാൽനടക്കാരന് ഇപ്പോൾ യാത്ര ചെയ്യണമെങ്കിൽ സാധിക്കില്ല. ആറാങ്കല്ല് വരെയുള്ള റോഡിലുള്ള സഞ്ചാരം എങ്ങനെയായിരിക്കും എന്നൊന്ന് പരിശോധിക്കേണ്ടതാണ്. കുട്ടികൾ സൈക്കിളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ സൈഡിൽ കൂടെ ഒക്കെ എങ്ങനെ കുട്ടികൾക്ക് പോകാൻ പറ്റും? ഈ ഫണ്ട് പാസ്സാക്കി 3,18 ലക്ഷം രൂപ പാസ്സാക്കിയെങ്കിലും അത് പാസ്സാക്കി കഴിഞ്ഞാൽ 72 ദിവസത്തിനുള്ളിൽ കരാറുകാരൻ നിശ്ചയിക്കുകയും 1 വർഷം കൊണ്ട് പണി അവസാനിപ്പിക്കുമെന്നാണ് നിബന്ധന വന്നത്. ഇത് 1 വർഷം കഴിഞ്ഞപ്പോൾ 2ാമത്തെ വർഷം ഈ ഒക്ടോബറിലേക്ക് അവസാനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഫണ്ട് നഷ്ടപ്പെട്ടു എന്നതാണ് നമ്മുടെ ധാരണ. വാർത്തയുടെ വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നൽകും. ഹരീഷ്, പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. ഈ നാട്ടുകാർ, സ്കൂൾ കുട്ടികളടക്കം ഈ പ്രശ്നങ്ങളിൽ വലയുന്നുമുണ്ട്. പ്രദേശവാസികളും നിരവധി ആരോപണങ്ങളാണല്ലോ ഉന്നയിക്കുന്നത്. ഹരീഷ്, തൃശൂർ എറവ് കൈപ്പള്ളി 4 കിലോമീറ്ററുള്ള ഈ ഒരു റോഡാണ് ഇപ്പോൾ ശോചനീയാവസ്ഥയിൽ തുടരുന്നത്. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ വളരെ പ്രയാസപ്പെട്ടാണ് ആളുകൾ ഗതാഗതം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് PMSGY, ഈ പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റോഡാണ്. ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ തുക ഏകദേശം 3 കോടിക്കപ്പുറം തുക ലഭിച്ചിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് ഇത് എന്നുള്ളത്. പക്ഷേ ഇത് പല കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ നിർമ്മാണം നീണ്ടുപോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ റോഡ് നിർമ്മാണത്തിന്റെ പകുതി വെച്ച് ഈ വാട്ടർ അതോറിറ്റി വരികയും ഇത് പൈപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ റോഡ് പൊളിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ റോഡ് പൊളിക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത തുക വാട്ടർ അതോറിറ്റി PMGSYയിൽ കെട്ടിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതുവരെയും വാട്ടർ അതോറിറ്റി ആ ഒരു തുക കെട്ടിവെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കരാറുകാരൻ ഇതിൽ നിന്നും പിന്മാറി എന്നുള്ളൊരു കാര്യമാണ്, ഒരു പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു റോഡ് പണി പൂർത്തീകരിക്കണം എന്നുള്ളൊരു ആവശ്യവും അവിടെ ശക്തമാവുകയാണ്.
പഞ്ചായത്തുമായി ബന്ധപ്പെടുമ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ കയ്യിലല്ല, അത് PMGSY പദ്ധതിക്ക് അല്ലെങ്കിൽ അവരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഇതിന് മുൻകൈയിട്ട് ഇറങ്ങേണ്ടത്. പഞ്ചായത്തിൻ്റെ പക്കലല്ല ഇതിൻ്റെ നിയന്ത്രണം എന്നുള്ളൊരു കാര്യമാണ് പഞ്ചായത്തും പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രത്യാരോപണങ്ങൾക്കിടയിൽ സത്യം പറഞ്ഞാൽ പെട്ടുപോകുന്നത് നാട്ടുകാരാണ്. എത്രയും പെട്ടെന്ന് റോഡ് പുനർനിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ്.